നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ നേവി, കരസേന അർജുനെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ട് എല്ലാം കഴിഞ്ഞാണ് നമ്മുടെ സൈന്യത്തെ വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ധീരപട്ടാളക്കാർ വന്നപ്പോൾ അവരെ കളിയാക്കി. കയ്യിലൊന്നുമില്ലേ, ഒരു തൂമ്പ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ എന്നൊക്കെ പലരും പല കുറി ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയത് ഇന്ത്യൻ നേവിയാണ്. നേവിയുടെ മുങ്ങൽ സംഘം ജീവൻ വില കൊടുത്തും 15 മീറ്റർ ആഴത്തിൽ അങ്കോല പുഴയിൽ ജോലി ചെയ്യുന്നു. അങ്കോലയിൽ തിരച്ചിലിനിടെ അർജുന്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിലും പ്രദേശത്തെ തിരച്ചിൽ ദുഷ്കരമാക്കിക്കൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുന്നു. മഴ അതിശക്തം, കൂടാതെ നദിയിലെ അടിയൊഴുക്കും ശക്തമായി തന്നെ തുടരുകയാണ്. പ്രദേശത്ത് വെളിച്ചം കുറവായതിനാലും ഇരുട്ടുമൂലം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇന്ത്യൻ സൈന്യം കരയ്ക്ക് കയറിയിരുന്നു. ഇങ്ങനെ കരയ്ക്ക് കയറിയതിനും അവരെ ഇനി തെറി പറയരുത് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. കാരണം വെളിച്ചമെങ്കിലും അവിടെ തിരയാൻ ഏർപ്പാട് ചെയ്യേണ്ടത് സംസ്ഥാന അധികാരികളായിരുന്നു. 2018 മഹാപ്രളയം അന്ന് രാത്രി ഇന്നത്തെ മന്ത്രി സജി ചെറിയാൻ രാത്രി കിടന്ന് അലറിക്കരഞ്ഞു, സൈന്യത്തെ വിളിക്കൂ എന്ന് പറഞ്ഞ്. സജി ചെറിയാൻ വലിയ ശബ്ദത്തിൽ നിലവിളിച്ചു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ വെള്ളത്തിനടിയിലാണ്, സൈന്യം ഉടൻ വരണം. എന്നിട്ട് മുഖ്യമന്ത്രി സൈന്യത്തെ വിളിച്ചതേയില്ല. വെള്ളത്തിനടിയിൽ ആയവരെ രക്ഷിക്കാൻ കേരള സർക്കാരിന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. 450 പേരാണ് അന്ന് മരിച്ചത്. 2-3 ദിവസം കഴിഞ്ഞിട്ടും സൈന്യം ഇതെല്ലാം കണ്ട് നിസ്സഹായ അവസ്ഥയിൽ അങ്ങ് നിന്നു. കാരണം സൈന്യം ഇറങ്ങണം എങ്കിൽ സംസ്ഥാനം പറയണം, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം വരണം. അന്ന് പിണറായി സൈന്യത്തെ നേരത്തെ വിളിച്ചിരുന്നു എങ്കിൽ 100 കണക്കിന് അർജുന്മാരെ രക്ഷിക്കാമായിരുന്നു. സജി ചെറിയാന്റെ നിലവിളി കേട്ടായിരുന്നു എങ്കിൽ മരണങ്ങൾ കുറയ്ക്കാമായിരുന്നു. അങ്ങനെ അന്നും ഇപ്പോൾ ശിരൂരിലെ പോലെ 4ാമത്തെ ദിവസമാണ് കേരളത്തിൽ സൈന്യം വന്നത്. അവർ ഹെലികോപ്റ്ററും ബോട്ടും സർവ്വസന്നാഹവുമായി ജനത്തെ രക്ഷിച്ചു. സൈന്യം വന്ന ശേഷം ഒരു മരണം പോലും ഉണ്ടായില്ല. എന്നാൽ അവർ വരും മുമ്പുള്ള 3 ദിവസം 450 പേരാണ് ഡാം തുറന്നുവിട്ട് പച്ചയ്ക്ക് ഇല്ലാതാക്കിയത്. ഇപ്പോൾ സമാനമാണ് ശിരൂരിലും. അന്ന് പിണറായി വിജയനെങ്കിൽ ഇന്ന് സിദ്ധരാമയ്യ. പാർട്ടി ഏതായാലെന്ത്, ഭരണം ആരുടേതായാലെന്ത്, മനുഷ്യർ രക്ഷപ്പെടണം. ഇപ്പോൾ അങ്കോലയിൽ തിരച്ചിലിടെ അർജുന്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ നദിയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. രാത്രിയും തിരച്ചിൽ തുടരുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ തിരച്ചിലുമായി മുന്നോട്ട് പോകാനാകുമെന്നതിൽ അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. 3 ലോറികൾ സ്ഥലത്ത് നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം സ്ഥലത്തെത്തി. നേവിയുടെ സ്കൂബ ഡൈവിംഗ് സംഘവും സ്ഥലത്ത് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതേ വൻ സന്നാഹത്തോടെ തന്നെയാണ് ഇവിടെ ഇന്ത്യൻ പട്ടാളം വന്നിരിക്കുന്നത്. ആദ്യം മണ്ണ് നീക്കം ചെയ്ത്, അതായത് കരയിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്ത് നദിയിലേക്ക് തള്ളി. ഇങ്ങനെ കരയിലെ മണ്ണ് നദിയിലേക്ക് തള്ളിയത് അർജുന്റെ ലോറിയുടെ മുകളിലേക്ക് ആയിരുന്നു എന്നതും പുറത്തു വരുന്നുണ്ട്. അതായത് കരയിൽ നടത്തിയ തെരച്ചിൽ ഇടിച്ച് വീണ മണ്ണ് നീക്കം ചെയ്തപ്പോൾ നദിയിലേക്ക് പതിച്ചു. ഇത് അർജുന്റെ ലോറിയിൽ വീണ് വീണ്ടും ലോറി അഘാതത്തിലേക്ക് പോയി എന്ന് പറയുന്നവരുണ്ട്. തുടക്കം മുതൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുപോയത്. എന്നിട്ട് അവർ കേരളത്തെ ചുമ്മാ കുറ്റം പറയുകയും ചെയ്തു. GPS ലൊക്കേഷൻ അവസാനമായി പ്രവർത്തിച്ചത് ജൂലൈ 16 രാവിലെ 8:49 8:30 മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഈ സമയത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാവാം. എങ്കിലും ഇതുപ്രകാരം മണ്ണിടിച്ചിൽ ഉണ്ടായ ഏകദേശം 19 മിനിറ്റുകൾക്കകം ലോറിയുടെ GPS പ്രവർത്തനരഹിതമായി. അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി GPS കാണിക്കുന്നത് ശിരൂരിൽ തന്നെയാണ്. വണ്ടി ശിരൂരിൽ ഓഫായി എന്നും സൂചിപ്പിക്കുന്ന റെഡ് സിഗ്നലാണ് GPS മാപ്പിൽ അതിനുശേഷം കാണിക്കുന്നത്. എന്തായാലും അർജുൻ ആ ലോറിയിൽ ഉണ്ടാകരുത്. അവൻ നീന്തി എവിടെയെങ്കിലും രക്ഷപ്പെടണം എന്നതാണ് എല്ലാവരും പറയുന്ന കാര്യം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഓരോ കമന്റുകളാണ്. അർജുൻ നീന്തി രക്ഷപ്പെടണമെന്ന ആവശ്യവും ആവേശവും ഒക്കെയാണ് ഇപ്പോൾ പലരും മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യൻ നേവി അവസാനം ഒരു തുമ്പ് ഈ പ്രശ്നത്തിന് ഉണ്ടാക്കിയിരിക്കുന്നു. പല ചോദ്യങ്ങൾക്കും പകുതി മറുപടി നേവി തന്നിരിക്കുന്നു. ഇനി ഉള്ള ആ പ്രധാന ചോദ്യം അർജുൻ എവിടെയെന്നാണ്. അതിനും നേവി ഇന്ന് തന്നെ ഉത്തരം നൽകും, അല്ലെങ്കിൽ ആ സൈന്യം ഉത്തരം നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.